हाय फ्रेंड्स, നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യകാലിൻ്റെ റിവിഷനാണ്. हिंदी साहित्य के इतिहास का इतिहास. हिंदी साहित्य की दीर्घकालीन गाथा को सूत्रबद्ध रूप से स्पष्ट करने का सर्वप्रथम प्रयास घासादासी ने किया. प्रोफेसर घासादासी ने इस्तवर द लिटरेचर आइदी हिंदुस्तानी नामक हिंदुई और हिंदुस्तानी का इतिहास फ्रांसीसी ഭാഷാ में लिखा. അദ്ദേഹം എഴുതിയത് ഫ്രഞ്ച് ഭാഷയിലാണ്. प्रोफेसर नलिन विलोचन शर्मा ने अपने साहित्य इतिहास का दर्शन में लिखा. नलिन विलोचन शर्मा അദ്ദേഹത്തിൻ്റെ സാഹിത്യ ഇതിഹാസ ദർശനത്തിൽ എഴുതിയിട്ടുണ്ട്. हिंदी साहित्य का पहला इतिहास लेख घासादासी था, वह निर्विवाद है. घासादासी का यह ग्रंथ कालक्रमानुसार न होकर कवियों के वर्णक्रमानुसार से है. ഏത് ക്രമത്തിലാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്? घासादासीയുടെ ഈ ഗ്രന്ഥം वर्णक्रमानुसार कालक्रमतिननुसरिച്ച് അല്ല. कालक्रमानुसार इतिहास की पहली शर्त है और वर्णक्रमानुसार का प्रयोग शब्दकोश में होता है. നമ്മൾ ശബ്ദകോശ ഡിക്ഷണറിയിലൊക്കെ എങ്ങനെയാണ് കാണുന്നത്? വർണ്ണക്രമം ആൽഫബറ്റിക് ഓർഡറിൽ, അതാണ് വർണ്ണാനുക്രമിലാണ് കാണുന്നത്. ഡോക്ടർ ലക്ഷ്മി സാഗർ വാഷ്ണയിനെ ദാസിക്കോ ഹിന്ദി ദാസിയുടെ ഗ്രന്ഥം ഏതാണ്? ലക്ഷ്മി സാഗർ വാഷ്ണേയി ദാസിയുടെ ഗ്രന്ഥായ घासादासीയുടെ ഗ്രന്ഥായ इस्तवर द लिटरेचर आइदी हिंदुस्तानी में आए हुए हिंदी के कवियों एवं लेखकों संबंधी विवरण का हिंदी अनुवाद. അതിൻ്റെ അദ്ദേഹം എഴുതിയത് ഇസ്തവർ ദ ലിറ്ററേച്ചർ ആയിदी ഹിന്ദുസ്ഥാനി, घासादासी എഴുതിയത് ഫ്രഞ്ച് ഭാഷയിലാണെന്ന് നമ്മൾ പറഞ്ഞു. അതിൻ്റെ ഹിന്ദി അനുവാദ് ലക്ഷ്മി സാഗർ വാഷ്ണേയി ഹിന്ദി സാഹിത്യ का ഇതിഹാസ് എന്ന പേരിൽ നാം സെ ലിഖിയ. അപ്പോൾ ഹിന്ദി സാഹിത്യ का ഇതിഹാസ് ആരുടേതാണ്? ഡോക്ടർ ലക്ഷ്മി സാഗർ വാഷ്ണയുടേതാണ്. അത് ഏത് ഗ്രന്ഥത്തിൻ്റെ ഹിന്ദി അനുവാദമാണ്? घासादासीയുടെ ഇസ്തവർ ദ ലിറ്ററേച്ചർ ആയിदी ഹിന്ദുസ്ഥാനിയുടെ ഹിന്ദി അനുവാദമാണ്. ഫ്രഞ്ച് ഭാഷയിലുള്ള അതിൻ്റെ ഹിന്ദി അനുവാദമാണ്. മൗലവി കരീമുദ്ദീനെ തബ്കാശുര യാ തജക്കിരിയ ഈ ഷുവാര ഈ ഹിന്ദി നാമക് ഗ്രന്ഥ ലിഖ. കരീമുദ്ദീൻ്റെയാണ്, മൗലവി കരീമുദ്ദീൻ്റെ ഗ്രന്ഥം ബുക്കാണ് തബ്കാശുആര. ഒറ്റ വാക്കാണ്. അയാ അതിനെ വേറെ പിരിച്ച് നമുക്ക് പറയാം. തജ്കിര ഈ ഷുവാര ഈ ഹിന്ദി. ആ ഗ്രന്ഥം എഴുതിയതാരാണ്? മൗലവി കരീമുദ്ദീൻ. അതിൻ്റെ ഇയർ എന്നാണ്? 1848 ആണ്. ദെഹലി കോളേജ് ദ്വാര പ്രകാശിത് ഹുവ. ഇസ് ഗ്രന്ഥമേ, ഇതിലെ ഗ്രന്ഥത്തിൻ്റെ കരീമുദ്ദീൻ്റെ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രത്യേകത എന്താണ്? 1004 കവിയോ കാ ഉല്ലേഖ് ജിൻമേ കേവൽ 62 ഹിന്ദി കെ കവി ഹെ. ഇതിൽ എത്ര കവികളെക്കുറിച്ച് പറയുന്നുണ്ട്? 1004. 1004 കവിയോ കാ ഉല്ലേഖ് ഉണ്ട്. അതിൽ ഹിന്ദിയുടെ കവികൾ എത്രയേ വരുന്നുള്ളൂ? 60-62 പേര്. 60-62 കവികളേ ഉള്ളൂ ഹിന്ദി കവികൾ. തജക്കിര ഈ ഷുവാര ഈ ഹിന്ദി മേ പ്രഥമ ബാർ കാലക്രമ കാ ധ്യാൻ രഖാ ഗയ. അതിലെന്താണ്? കാലക്രമമാണ്. നമ്മൾ പറഞ്ഞ മറ്റതെന്തായിരുന്നു? വർണ്ണാനുക്രമമാണ്. ആൽഫബറ്റിക് ഓർഡർ ആണെങ്കിൽ ഇത് കാലക്രമമാണ്. കിന്തു നാമകരൺ കാ പ്രയാസ് നഹീ കിയാ ഗയാ ഹെ. കാലക്രമമാണെങ്കിൽ അതിൽ നാമകരണം പറഞ്ഞിട്ടില്ല. ശിവസിംഗ് സെങ്കറിനെ ശിവസിംഗ് സരോജ് കി രചനാക്കി. ശിവസിംഗ് സെങ്കറിൻ്റെയാണ് ശിവസിംഗ് സരോജ്. അതിൻ്റെ ഇയർ ശുക്ലജിയുടെ അഭിപ്രായത്തിൽ 1883 ആണ്. 1883 ശിവസിംഗ് സരോജിൻ്റെ ഇയർ. ശിവസിംഗ് സരോജ് കെ പൂർവാർദ്ധമേ, അതിലെ പൂർവാർദ്ധത്തിൽ 838 കവിയോं की रचनाओं 838 838 कवियों की रचनाओं का नमूना संग्रहित है. इसमें कवियों का उल्लेख अगारादिक्रम, എന്ത് ക്രമത്തിലാണ്? അകാരാദിക്രമത്തിലാണ്. സേഹെ ഉത്തരാർത്ഥ ഭാഗമേ, ഇത് പൂർവാർത്ഥത്തിലാണ് 838. ഉത്തരാർത്ഥ ഭാഗത്തിൽ 1003 ആണ്. 1003 കവിയോं का जीवन परिचय. അതും എന്താണ്? അകാരാദിക്രമ സേ ദിയാ ഗയാ ഹെ. ഇൻമേ 487 കവിയോं की തിഥിയോं ഫി ദി ഗയി ഹെ. എത്ര കവികളുടെ ഡേറ്റ് പറയുന്നുണ്ട്? 687 കവികളുടെ ഡേറ്റ് കൂടെ പറയുന്നുണ്ട്.
263 കവികളുടെ തിയാൻ നെഹി ഹെ. അതിൽ ബാക്കി 263 പേരുടെ ഡേറ്റ് ഇല്ല. അപ്പോൾ മൊത്തം എത്ര പേരുടെയുണ്ട്? 1003 കവികളുടെ കാര്യമുണ്ട്. അതിൽ 687 കവികളുടെ ഡേറ്റ് പറയുന്നുണ്ട്, 263 കവികളുടെ ഡേറ്റ് ഇല്ല. और തിർപ്പൻ കവി വിദ്യമാൻ കഹേ ഗേ ഹൈ. എത്ര കവികളാണ്? 53 കവികൾ വിദ്യമാൻ कहे गए हैं. शिव सिंह सरोज से पूर्व किसी भी ग्रंथ में इतने कवियों का परिचय नहीं दिया गया था. അപ്പോൾ ആദ്യമായിട്ട് ഇത്രയും 1003 കവികളുടെ ഇത്രയും കവികളുടെ പേര് വന്ന അത് ഏതിലാണ്? ശിവസിംഗ് സരോജിലാണ്. अतः शिव सिंह सरोज का हिंदी साहित्य के इतिहास का प्रस्थान बिंदु कहा गया है. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ശിവസിംഗ് സരോജിനെ ഹിന്ദി സാഹിത്യക്കെ ഇതിഹാസ का प्रस्थान बिंदु എന്ന് പറയാൻ കഴിയും. ഡോക്ടർ ഗിരിയസൻ ദ്വാരാ ലിഖിത് മോഡേൺ വർണാക്കുലർ ലിറ്ററേച്ചർ ഓഫ് നോർത്തേൺ ഹിന്ദുസ്ഥാൻ ഹിന്ദി സാഹിത്യ का പ്രഥമ ഇതിഹാസ് മാനാ ഗയാ ഹെ. ഹിന്ദി സാഹിത്യത്തിലെ പ്രഥമ ഇതിഹാസമായിട്ട് നമുക്ക് കണക്ക് കൂട്ടാൻ കഴിയാവുന്നത് ഏതിനെയാണ്? ഗിരിയസൻ്റെ മോഡേൺ വർണാക്കുലർ ലിറ്ററേച്ചർ ഓഫ് നോർത്തേൺ ഹിന്ദുസ്ഥാനെയാണ്. ക്യോങ്കി ഇസ്മേ കാൽ വിഭാജൻ, പൃഷ്ഠഭൂമി നിർദ്ദേശ് അവർ സാമാന്യ പ്രവൃത്തി നിരൂപൺ കാ പ്രഥമ ബാർ നിർവാഹ ഹുവാ ഹെ. ഇതിലെന്തൊക്കെയുണ്ട്? കാൽവിഭാജനുണ്ട്, പൃഷ്ഠഭൂമി നിർദ്ദേശമുണ്ട്, സാമാന്യ പ്രവൃത്തി എല്ലാം പറയുന്നുണ്ട്, അതിൻ്റെ നിരൂപണമുണ്ട്, എല്ലാമുണ്ട്. प्रोफेसर नलिन विलोचन शर्मा के अनुसार हिंदी के विधेयवादी साहित्य इतिहास के आदम प्रवर्तक शुक्ल जी नहीं प्रत्युत ഗിരിയസൻ ഹെ. നളിൻ വിലോചന ശർമ്മ ആരെയാണ് പറയുന്നത്? ഗിരിയസനാണ് വിധേയവാദി സാഹിത്യ ഇതിഹാസിൻ്റെ ആദ്യം പ്രവർത്തകനായിട്ട്. ശുക്ലജി അല്ല, ഗിരിയസനാണെന്ന് പറയുന്നത് ആരാണ്? നളിൻ വിലോചൻ ശർമ്മയാണ്. ഡോക്ടർ ഗിരിയസൻ ने अपने ग्रंथ में कवियों और लेखकों का कालक्रमानुसार वर्गीकरण करते हुए उनकी साहित्यिक प्रवृत्तियों को स्पष्ट करते हुए काल विभाजन किया है. अतः इसे हिंदी साहित्य का प्रथम इतिहास कहा गया है. അടുത്ത डॉक्टर किशोरीलाल गुप्त ने मॉडर्न वर्नाकुलर लिटरेचर ऑफ हिंदुस्तान का हिंदी अनुवाद करके हिंदी साहित्य का प्रथम इतिहास नाम से प्रकाशित कराया. ഈ മോഡേൺ വർണാക്കുലർ ഓഫ് ലിറ്ററേച്ചറിൻ്റെ ഹിന്ദി അനുവാദം ആരാണ് ചെയ്തത്? ഡോക്ടർ കിഷോരിലാൽ ഗുപ്ത ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞത് ഏതിൻ്റെ ഹിന്ദി അനുവാദമായിരുന്നു? ഇസ്തവർദ ലിറ്ററേച്ചർ ഐതിഹ്യ ഹിന്ദുസ്ഥാനി. അതിൻ്റെ ഹിന്ദി അനുവാദം ചെയ്തത് അത് ഫ്രഞ്ച് ഭാഷയിലുള്ളതാണ്. അതിൻ്റെ ഹിന്ദി അനുവാദം ചെയ്തത് ഡോക്ടർ ലക്ഷ്മി സാഗർ വാഷ്ണേയാണ്. അതിൻ്റെ പേര് ഹിന്ദുയി സാഹിത്യക ഇതിഹാസം എന്നാണ്. അത് കണക്ക് അടുത്ത ട്രാൻസ്ലേഷൻ ആരാണ് ചെയ്തത്? ഗിരിയസനിൽ അതിൻ്റെ ട്രാൻസ്ലേഷൻ ചെയ്തത് ആരാണ്? മോഡേൺ വർണാക്കുലർ ലിറ്ററേച്ചർ ഓഫ് ഹിന്ദുസ്ഥാനെ കിഷോരിലാൽ ഗുപ്ത് ഹിന്ദി അനുവാദം ചെയ്തു. അതിൻ്റെ പേരാണ് ഹിന്ദി സാഹിത്യക പ്രഥമ ഇതിഹാസ്. डॉक्टर गिरियसन ने मॉडर्न वर्नाकुलर लिटरेचर ऑफ नॉर्थर्न हिंदुस्तान के लेखन में सर्वाधिक सहायता शिव सिंह सरोज से ली है. ഗിരിയസൻ ഏറ്റവും കൂടുതൽ ഏതിനെയാണ് ആശ്രയിച്ചത്? മോഡേൺ വർണാക്കുലർ ലിറ്ററേച്ചർ ഓഫ് ഹിന്ദുസ്ഥാൻ എഴുതുന്നതിന് വേണ്ടി ശിവസിംഗ് സരോജിനെയാണ്. ശിവസിംഗ് സരോജ് എന്ന ഗ്രന്ഥമാണ് കൂടുതൽ ഗിരിയസനെ സഹായിച്ചത്. गिरियसन का यह ग्रंथ हिंदी साहित्य के इतिहास की नींव का वह पत्थर है जिस पर आचार्य शुक्ल ने अपने सुप्रसिद्ध हिंदी साहित्य का इतिहास का भव्य भवन निर्मित किया. ഗിരിയസൻ്റെ ഈ ഗ്രന്ഥമാണ് നമ്മുടെ ആചാര്യ ശുക്ലിൻ്റെ ഹിന്ദി സാഹിത്യ ഇതിഹാസത്തിന് അടിസ്ഥാനമായിട്ടുള്ളത്. പണ്ഡിറ്റ് ഗണേഷ് ബിഹാരി മിശ്ര, ശ്യാം ബിഹാരി മിശ്ര, അവർ ശുക് ബിഹാരി മിശ്ര തീനോ സഗേ ഫായി. ഇവർ 3 പേരും സഗേ ഫായി ആണ്. ഇവരെ 3 പേരെയും കൂടി ചേർത്ത് നമ്മൾ പറയുന്ന പേര് മിശ്രബന്ധു എന്നാണ്. മിശ്രബന്ധു നാംസെ രചന കർത്തേത്. ഇവർ 3 പേരും കൂടി ചേർന്ന് ആരൊക്കെ ചേർന്നാണ്? ഗണേഷ് ബിഹാരി മിശ്ര, ശ്യാം ബിഹാരി മിശ്ര, ശുക്ദേവ് ബിഹാരി മിശ്ര. ഇവർ 3 കൂടി ചേർന്ന പേരാണ് മിശ്രബന്ധു എന്നറിയപ്പെടുന്നത്. ഇവർ 3 പേരെയും ചേർന്ന മിശ്രബന്ധു എന്നുള്ള പേരിൽ പ്രസിദ്ധീകരിച്ചതാണ് മിശ്രബന്ധു വിനോദ് ഹിന്ദി സാഹിത്യക ഏക് ബൃഹത് ഇതിഹാസ്. അതിൻ്റെ ഡേറ്റ് 1930 ആണ്. 1913. 3 ഭാഗവുമേ പ്രകാശിത് കരായ. ഇത് എത്ര ഭാഗത്തിലാണ്? 3 ഭാഗങ്ങളായിട്ടാണ് പബ്ലിഷ് ചെയ്തേക്കുന്നത്. ഇസ്ക ചതുർത്ഥ ഭാഗം, ഇതിൻ്റെ 4ാമത്തെ ഭാഗം ഏതിലാണ്? 1934 അപ്പോൾ 3 ഭാഗങ്ങൾ 1913, 1913, അത് കഴിഞ്ഞ്
1934 നാലാമത്തെ ഭാഗം. പ്രകാശിത് ഹുവാദ ഇസ്മേ കുൽ മിലാക്കർ, ഇതിൽ എത്ര കവികളുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്? 4591 കവികളുടെ കാര്യം പറയുന്നുണ്ട്. എത്രയാണ്? 4591 കവികൾ. റൗണ്ട് ചെയ്ത് നമ്മൾ 5000 കവികളുടെ കാര്യമെന്ന് പറയാറുണ്ട്. 5000 കവിയോങ്ക ലേഖകമെന്ന് ചിലയിടത്ത് ലേഖമെന്ന് കാണാറുണ്ട്. അല്ല, കറക്റ്റ് പറയുകയാണെങ്കിൽ 4591 കവികളുടെ കാര്യമാണ് മിശ്രബിന്ദു വിനോദിൽ പറയുന്നത്. आचार्य रामचंद्र शुक्ल ने पहले नागरी प्रचारणी सफा द्वारा प्रकाशित हिंदी शब्द सागर की भूमिका के रूप में हिंदी साहित्य का विकास लिखा था. जो ഹിന്ദി ശബ്ദസാഗറിൻ്റെ ഭൂമികയിലാണ് ഹിന്ദി സാഹിത്യ വികാസ് എന്നുള്ള ഇത് എഴുതിയത്. ആര്? രാമചന്ദ്ര ശുക്ല. നാഗരി പ്രചാരണി സഭ പബ്ലിഷ് ചെയ്തിരുന്ന ഹിന്ദി ശബ്ദസാഗറിൻ്റെ ഭൂമികയിൽ ഹിന്ദി സാഹിത്യ വികാസ് എന്ന പേരിൽ എഴുതി. डेट 1929 ആണ്. में प्रकाशित हुआ. इसे बाद में परिवर्तित एवं विस्तृत करके स्वतंत्र पुस्तक के रूप में, അത് പിന്നെ സ്വതന്ത്ര പുസ്തകമായിട്ട് എന്നാണ് ഹിന്ദി സാഹിത്യ ഇതിഹാസ് നാം സെ പ്രകാശിത് കരായ. പിന്നെ ഹിന്ദി സാഹിത്യ ഇതിഹാസ് എന്ന പേരിൽ പബ്ലിഷ് ചെയ്തു, സ്വതന്ത്രമായ ബുക്കായിട്ട്. हिंदी का सर्वाधिक सुव्यवस्थित लोकप्रिय इतिहास आचार्य रामचंद्र शुक्ल कृत हिंदी साहित्य का इतिहास है. നമുക്കറിയാലോ, ഏറ്റവും വ്യവസ്ഥിതമായിട്ടുള്ളതും ഏറ്റവും അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതുമായിട്ടുള്ളതാണ് ആചാര്യ രാമചന്ദ്ര ശുക്ലിൻ്റെ ഹിന്ദി സാഹിത്യ का ഇതിഹാസ്. इसमें कवियों की संख्या की अपेक्षा कवियों की महत्व पर अधिक ध्यान दिया है. അത് ഒരുപാട് കവി, ഇപ്പം മറ്റതൊക്കെ നോക്കുകയാണെങ്കിൽ 4591 പറഞ്ഞു, അങ്ങനെ കവികളുടെ എണ്ണമല്ല, അവരുടെ മഹത്വത്തിനാണ് പ്രാധാന്യം കൊടുത്തേക്കുന്നത്, ശ്രദ്ധ കൊടുത്തേക്കുന്നത്. इसमें इतिहास के साथ समालोचना और आधुनिक दृष्टिकोण से कवियों का निरूपण किया है. ഇതിൽ ഇതിഹാസം മാത്രമല്ല, അതിൽ സമാലോചന വരുന്നുണ്ട്, ആധുനിക ദൃഷ്ടികോൺ വരുന്നുണ്ട്. काव्यधाराओं का जैसा विवेचन इस ग्रंथ में है वैसा अन्यत्र नहीं. कवियों और लेखकों की शैली विशेष का वैज्ञानिक विश्लेषण एवं उनके प्रमाण स्वरूप उपयुक्त उदाहरण भी मिलते हैं. शिव सिंह सेंगर तथा गिरियसन के साहित्य इतिहास ग्रंथों के लिए आचार्य रामचंद्र शुक्ल ने वृत्त संग्रह शब्द का प्रयोग किया. അവൻ ശിവസിംഗ് സേങ്കറിനെയും ഗിരിയസൻ്റെയും സാഹിത്യ ഇതിഹാസിനെ രാമചന്ദ്ര ശുക്ല എന്തെന്നാണ് വിളിച്ചത്? വൃത്ത് സംഗ്രഹ് എന്നാണ് വിളിച്ചത്. അപ്പോൾ ഹിന്ദി കാ പ്രഥമ वृत्त संग्रह शिवसिंह सेंगर द्वारा संकलित शिवसिंह सरोज है. वृत्त संग्रहों में सबसे बृहत्ताकार और सबसे महत्वपूर्ण संग्रह ഏതാണ്? മിശ്രബിന്ദുओं का മിശ്രബിന്ദു വിനോദാണ്. FEK ने द हिस्ट्री ऑफ हिंदी लिटरेचर में हिंदी की शैशवावस्था के वृत्तों का वर्णन किया है और हिंदी साहित्य में उड़ने वाले महत्वपूर्ण आंदोलन का काल विभाजन का आधार बनाया है. FEKയുടെ ആണ് എന്ത്? എ ഹിസ്റ്ററി ഓഫ് ഹിന്ദി ലിറ്ററേച്ചർ. എഡ്വിൻ ഗ്രീപ്സിൻ്റെയാണ് എ स्केच ऑफ हिंदी लिटरेचर. एडविन ग्रीसिൻ്റെയാണ്. नामक साहित्य इतिहास लिखा. इसमें इन्होंने हिंदी साहित्य के 5 भाग किए. എത്ര ഭാഗങ്ങളായിട്ടാണ്? 5 ഭാഗമായിട്ടാണ്, 5 ഭാഗങ്ങളാണ്. धार्मिक काल को 2 भागों में विभाजित किया है और हिंदी के भविष्य पर एक सुंदर अध्याय लिखा है. आचार्य शुक्ल द्वारा हिंदी साहित्य के इतिहास लेखन का कार्य प्रशस्त कर दिए जाने के उपरांत उन्हीं की प्रणाली पर कई बड़े इतिहास प्रस्तुत किए गए, जिनमें से कुछ इस प्रकार है. ഏതൊക്കെയാണ്? सूर्यकांत शास्त्रीकृत हिंदी साहित्य का विवेचनात्मक इतिहास, श्याम सुंदर दास कृत हिंदी भाषा का साहित्य, रामशंकर शुक्ल रसालൻ്റെ हिंदी साहित्य का इतिहास, अयोध्या सिंह उपाध्याय हरियोदिൻ്റെ ഹിന്ദി ഭാഷ അവർ സാഹിത്യ വികാസ്, ഡോക്ടർ രാംകുമാർ വർമ്മയുടെ ഹിന്ദി സാഹിത്യ ആലോചനാത്മക ഇതിഹാസ്, മിശ്രബിന്ദുവിൻ്റെ ഹിന്ദി സാഹിത്യ ഇതിഹാസ്, ഹസാരി പ്രസാദ് ദ്വിവേദിയുടെ ഹിന്ദി സാഹിത്യ की ഭൂമിക, അത് 1940 ആണ്. ഡോക്ടർ ലക്ഷ്മി സാഗർ വാഷ്ണയുടെ ആധുനിക ഹിന്ദി സാഹിത്യ, ഡോക്ടർ കൃഷ്ണലാലിൻ്റെ ആധുനിക ഹിന്ദി സാഹിത്യ വികാസ്. ഇതെല്ലാം ഈ നമ്മുടെ ഹിന്ദി സാഹിത്യ ഇതിഹാസിൽ പറയുമ്പോൾ പഠിക്കേണ്ട ബുക്കുകളാണ്. ഇനി നമുക്ക് കാൽ വിഭാജൻ നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.